വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇമിലി ഡിക്കിൻസൺ എഴുതിയ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ബൈ ഇമിലി ഡിക്കിൻസൺ. പ്രതീക്ഷ എന്നത് തൂവൽ കൊണ്ടുള്ള വസ്തുവാണ്. തിങ്സ് എന്ന് പറഞ്ഞാൽ വസ്തു. ഇത് മെറ്റഫറാണ്. ഹോപ്പ് ഈസ് മെറ്റഫോറിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എ ബേർഡ്. ഹോപ്പിന് ഇവിടെ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ബേർഡായിട്ടാണ്. ഇവിടെ മെറ്റഫറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ആൻസർ നോക്കാം. Hope is the thing with feathers that perches in the soul and sings the tune without the words and never stops at all. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോളിലേക്ക് എന്ന് പറയുമ്പോൾ ആത്മാവിലേക്ക്. പെർച്ചസ് മീൻസ് ചേക്കേറുക, ഇരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ ആത്മാവിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഒരു പക്ഷി പോലെയാണ് എന്ത്? ഹോപ്പ്, പ്രതീക്ഷ. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. അതായത് ഇവിടെ പോയിറ്റ് പ്രതീക്ഷയെ മനുഷ്യൻ്റെ ആത്മാവിനുള്ളിൽ താമസിക്കുന്ന തൂവലുള്ള പക്ഷിയായിട്ടാണ് പറയുന്നത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. നമ്മുടെ ആത്മാവിലേക്ക് പതിയെ ചേക്കേറിയിരിക്കുന്ന ഒരു പക്ഷി പോലെയാണ് പ്രതീക്ഷ. And sings the tune without the words and never stops at all. ഈ പക്ഷി വാക്കുകളില്ലാത്ത ഒരു പാട്ട് പാടുന്നു. അത് ഒരു സാഹചര്യത്തിലും നിർത്തുന്നില്ല. അതായത് വാക്കുകൾ കൊണ്ടുള്ള ഒരു പാട്ടല്ല പാടുന്നത്, ഒരു ട്യൂണാണ് പാടുന്നത്. അതെന്താണ്? ഒരു അവസ്ഥയിലും അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അതായത് പ്രതീക്ഷ എന്നത് ചിറകുള്ള ഒന്നാകുന്നു. അത് ആത്മാവിൽ ചേക്കേറുന്നു. ഒരു പക്ഷി മരത്തിൻ്റെ ചില്ലയിൽ ശാന്തമായി ചേക്കേറുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ പ്രതീക്ഷ വരുന്നത്. അത് വാക്കുകളില്ലാത്ത ഒരു ഇനം പാടുന്നുണ്ട്. അതൊരിക്കലും നിർത്തുന്നില്ല. എന്ത് സംഭവിച്ചാലും ഈ പ്രതീക്ഷയുടെ പാട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും നിർത്തുന്നില്ല. സെക്കൻഡ് സ്റ്റാൻസ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് and sore must be the storm that could abash the little bird that kept so many warm. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ വാക്കുകളില്ലാത്ത ഈണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞ ആ ഒരു ട്യൂൺ മാത്രം. എന്താണ്? ശക്തമായ കൊടുങ്കാറ്റിലും. ഇവിടെ കൊടുങ്കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ മോശമായിട്ടുള്ള ഫേസ്, അതായത് ദുഷ്കരമായിട്ടുള്ള സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ദുഷ്കരമായിട്ടുള്ള സമയത്ത് പോലും പ്രതീക്ഷയുടെ ആ ഗാനം വ്യക്തമായി കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ശക്തമായ കൊടുങ്കാറ്റിൽ പോലും അതിനെ നിശബ്ദമാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ പ്രതീക്ഷയെ നിശബ്ദമാക്കാൻ വേണ്ടി എന്തിനു സാധിക്കുന്നില്ല? കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയം. ജീവിതത്തിൽ അത്രയും വലിയൊരു പ്രശ്നം വന്നാൽ, അതായത് ഇതിലും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രതീക്ഷ കുറച്ച് സൈലൻ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം പ്രതീക്ഷ ശക്തമായി തുടരുമെന്നാണ് പറയുന്നത്. തേർഡ് സ്റ്റാൻസ. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള ഭൂമി. ഏറ്റവും തണുപ്പുള്ള ഭൂമിയിലും ഇവിടെ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറഞ്ഞാൽ വിദൂരമായ കടലും. അതായത് ചില്ലസ്റ്റ് ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പ്രയാസം നിറഞ്ഞ സമയമാണ്. അതുപോലെ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോയി അവസാനിക്കും എന്നൊന്നും നമുക്കറിയില്ല. ഒരു കടൽ പോലെയാണല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. ഈ സമയങ്ങളിൽ പോലും എന്തുണ്ടെന്ന് പറയുന്നത്?
ഹോപ്പ് ഉണ്ട്. എക്സ്ട്രീമിറ്റി എന്ന വാക്ക് കാണുന്നില്ലേ? അത് സൂചിപ്പിക്കുന്നത് വലിയ പ്രയാസകരമായിട്ടുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും പ്രതീക്ഷ നമ്മുടെ കൂടെ എന്തുണ്ടാവും? സ്ഥിരമായിട്ട് ഒരു കൂട്ടാളിയായി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംപ് ഓഫ് മീ. അല്ലേ? ആ എക്സ്ട്രീമിറ്റി അത് സൂചിപ്പിക്കുന്നത് പറഞ്ഞു നമ്മുടെ കൂടെ എന്തുണ്ടാവും? എപ്പോഴും പ്രതീക്ഷയുണ്ടാവും. ക്രംപ് മീൻസ് കഷ്ണം. ജീവിതത്തിൻ്റെ മോശം അവസ്ഥയിലും പ്രതീക്ഷ എന്താണ്? എന്നിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് നമ്മുടെ പോയത്തിൻ്റെ സമ്മറി വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയാണ്. നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.